ജനവാസ മേഖലയിൽ ഇറങ്ങി അക്രമകാരികളാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കുന്ന നിയമം കൊണ്ടുവരാനുള്ള നീക്കം മലയോര മേഖലകളിൽ പ്രതീക്ഷ നൽകുന്നു. നിർദ്ദിഷ്ട നിയമം കോതമംഗലം താലൂക്കിലെ നിരവധി പ്രദേശങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും. എത്രയും വേഗം നിയമം പാസാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അനുവദിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി വിടാനാണ് തീരുമാനം. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ളതാണ് നിർദ്ദിഷ്ട നിയമം. കോതമംഗലം താലൂക്കിലെ മലയോര മേഖലകളും ബില്ലിനെയും നിർദ്ദിഷ്ട നിയമത്തെയും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം പ്രതീക്ഷ നൽകുന്നതാണെന്ന് കോട്ടപ്പടിയിലെ പൊതുപ്രവർത്തകനായ ബിനിൽ വാവേലി പറഞ്ഞു. എത്രയും വേഗം നിയമം പാസാക്കണമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ വീണ്ടും ഞങ്ങളെ സംബന്ധിച്ച്, മലയോര ജനതയെ സംബന്ധിച്ച് വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം വന്യജീവികളെ, പ്രത്യേകിച്ച് ആക്രമണകാരികളായ വന്യജീവികളെ, കൃഷിയിടത്തിലും മനുഷ്യജീവനും ഭീഷണിയായിട്ടുള്ള വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള കരട് നിയമ ഭേദഗതി പാസാക്കി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരം. ഞങ്ങളെല്ലാവരും ഈ വിഷയത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ നിയമം എങ്ങനെയാണ് നമ്മുടെ മലയോര ജനതയ്ക്കിടയിൽ, ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നത് വളരെ ആകാംക്ഷാപൂർവ്വം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ആവശ്യത്തിന് വേണ്ടി എക്കാലവും ഞങ്ങൾക്കൊപ്പം നിന്ന കേരള കോൺഗ്രസ് എം പാർട്ടിയും, ആദ്യമായി വനം വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി സാറിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ. താലൂക്കിലെ 6 പഞ്ചായത്തുകൾ വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്നു. പിണ്ടിമന, കോട്ടപ്പടി, കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങൾ അക്രമകാരികളായ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. നിരവധി പേരുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെ കൊല്ലണമെന്ന ആവശ്യം വളരെ മുമ്പ് തന്നെ ഉയരുന്നതുമാണ്. GTV ന്യൂസ്, കോതമംഗലം.